നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. 2026 ഭരണം പിടിക്കാൻ NSSും SNDPയും മാത്രം പോരാ എന്ന് പിണറായി വിജയനെ ആരും പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല. NSSനെയും SNDPയെയും കൈക്കൊമ്പിളിലാക്കിയ, കക്ഷത്തിലാക്കിയ ആ തന്ത്രപരമായ നീക്കത്തിന് ശേഷം മറ്റൊരു ശക്തമായ രാഷ്ട്രീയ നീക്കത്തിന് പിണറായി വിജയൻ തുടക്കമിടുകയാണ്. അത് മറ്റാരെയും ഉദ്ദേശിച്ചല്ല, സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ഉദ്ദേശിച്ചു തന്നെ. ഒരു കാലത്ത് CPMന്റെ ഏറ്റവും അടുത്ത സഹയാത്രികനായ മുസ്ലിം മതപണ്ഡിതനായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കാരണം കാന്തപുരത്തിന് എതിരെ നിൽക്കുന്നുവെന്ന് പറയുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എക്കാലവും മുസ്ലിം ലീഗിന്റെ കൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ UDFന് ഒപ്പമായിരുന്നു. അതുകൊണ്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കാന്തപുരം AP വിഭാഗം എക്കാലവും CPMന് പിന്നിൽ അടിയുറച്ചു നിന്നു. മുസ്ലിം ലീഗിന്റെ പഴയ തട്ടകമായ മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിൽ KPA മജീദിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് TK ഹംസ ജയിച്ചു കയറിയത്, 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ TK ഹംസ ജയിച്ചു കയറിയത് ശരിക്കും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സഹായം കൊണ്ട് തന്നെയായിരുന്നു. മാത്രമല്ല, INLന്റെ MLA മാർ ജയിച്ചു വരുന്നതും കേട്ടിൽ ജലീൽ അടക്കമുള്ള CPM സ്വതന്ത്ര MLA മാർ ജയിച്ചു കയറുന്നതുമെല്ലാം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വിഭാഗത്തിന്റെ അകമഴിഞ്ഞ പിന്തുണയോടുകൂടി തന്നെയായിരുന്നു. എക്കാലവും CPMനെ പിന്തുണയ്ക്കുന്നത് കൊണ്ട് അരിവാൾ സുന്നികൾ എന്നൊരു ഇരട്ടപ്പേരും ലീഗുകാർ കാന്തപുരം AP വിഭാഗത്തിന് നൽകിയിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് ചെറിയ ചില അസ്വാരസ്യങ്ങളും തെറ്റലുകളും കാന്തപുരം AP വിഭാഗവും CPMും തമ്മിൽ ഉണ്ടായി. തെറ്റലുകൾ, അസ്വാരസ്യങ്ങൾ എന്ന് പറയുന്നതിന് വലിയ അർത്ഥമില്ല. കാരണം ചെറിയൊരു വിശ്വാസക്കുറവ് പൊതുവെ ന്യൂനപക്ഷങ്ങളിൽ പിണറായി വിജയനും CPMനും എതിരെ ഉണ്ടായി. പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിൽ PV അൻവർ ഉയർത്തിവിട്ട വിഷയങ്ങൾ, RSSനോടുള്ള മൃദു സമീപനം, ഇതെല്ലാം മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ പിണറായി വിജയനോട് അല്പം സംശയം ഉയർത്താൻ കാരണമായി. അതുതന്നെ കാന്തപുരം AP വിഭാഗത്തിനും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പിണറായി വിജയൻ പ്ലേറ്റ് മറിച്ചു വയ്ക്കുകയാണ്. അപ്പുറത്ത് ഹൈന്ദവ വിഭാഗത്തിൽ SNDPയെയും NSSനെയും കൃത്യമായി തനിക്കൊപ്പം നിർത്തിക്കൊണ്ട് അദ്ദേഹം കൃത്യമായ ഒരു രാഷ്ട്രീയ ഗെയിം പ്ലാൻ രൂപീകരിച്ചു. അത് നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ്. അവിടെ മാത്രം പോരാ, കേരളത്തിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം വിഭാഗത്തിനിടയിലും ഈ ഒരു ഗെയിം പ്ലാൻ പിണറായി വിജയൻ കൃത്യമായി ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു റോഡ് മാപ്പ് പിണറായി വിജയൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പിണറായിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകൾ, ചില രാഷ്ട്രീയ നേതാക്കൾ തന്നെ കാന്തപുരത്തിൽ സന്ദർശിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. KT ജലീലിന്റെ മുൻകൈയിൽ മറ്റു പല നീക്കങ്ങളും പിണറായി നടത്തുന്നുമുണ്ട്. കാരണം KT ജലീൽ കാന്തപുരത്തുമായി നല്ല അടുപ്പമുള്ള ആളാണ്, കാന്തപുരത്തിന്റെ വിശ്വസ്തനാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ KT ജലീലിനെ ഉപയോഗിച്ചും മറ്റു പല നേതാക്കളെ ഉപയോഗിച്ചും പിണറായി നേരിട്ട് തന്നെയും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ഒന്ന് വല വീശിപ്പിടിക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് തൻ്റെ കാര്യങ്ങളൊന്ന് എത്തിക്കാനുള്ള നീക്കം പിണറായി ശക്തമായി നടത്തുന്നുണ്ട്. കാന്തപുരത്തിൻ്റെ പിന്തുണ കൂടി തനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ മൂന്നാം ഭരണം എന്നുള്ള തൻ്റെ വലിയ സ്വപ്നത്തിലേക്ക് കൂടുതൽ താൻ അടുക്കുമെന്ന് പിണറായിക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. കാരണം കാന്തപുരം വിഭാഗത്തിന് ഇപ്പോഴും മലബാറിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ വലിയ സ്വാധീനമുണ്ട്. ഒരുപക്ഷെ ലീഗിനേക്കാൾ കൂടുതൽ സ്വാധീനം കാന്തപുരത്തിനുണ്ടെന്ന് പറഞ്ഞാലും അത് തെറ്റാകില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ അടുത്ത കാലത്ത് സമസ്തയും കാന്തപുരവുമൊക്കെ അടുത്തു വരുന്ന ചില സംഭവവികാസങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയുണ്ടായി. കാരണം മുസ്ലിം സമൂഹത്തിൻ്റെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഈ രണ്ട് സംഘടനകളും ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നപ്പോൾ അവർ ഒരുമിച്ച് നിന്നിരുന്നു. എന്നായാലും കാന്തപുരത്തിന് മേൽ CPMനും പിണറായിക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന വലിയ മതപണ്ഡിതൻ, അദ്ദേഹം തങ്ങൾക്കൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണ തങ്ങൾക്കുണ്ടെന്ന് വരുത്തി തീർത്താൽ പോലും ലീഗിനെയും UDFനെയും മലബാറിൽ തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന് പിണറായിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് NSSനെയും SNDPയെയും ഒരു വശത്ത് കൃത്യമായി പിടിച്ചിട്ട് അടുത്ത വരവിൽ, അല്ലെങ്കിൽ അടുത്ത നീക്കത്തിൽ സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ കൂടി തൻ്റെ ഒപ്പം ചേർത്ത് നിർത്താനുള്ള ഒരു നീക്കവുമായാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിൽ കാന്തപുരവുമായി കൂടുതൽ ചർച്ചകൾ നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാന്തപുരവുമായി ബന്ധപ്പെട്ട ആളുകളുമായി എല്ലാം CPMന്റെ, പ്രത്യേകിച്ച് പിണറായി വിജയന്റെ വിശ്വസ്തർ ചർച്ച നടത്തും. അക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു വെളിപ്പെടുത്തൽ എവിടെ നിന്ന് വന്നിട്ടില്ലെങ്കിലും അത്തരത്തിലുള്ള നീക്കം CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇക്കാര്യത്തിൽ മനസ്സ് തുറന്നിട്ടില്ലെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഘടന ഇക്കാര്യത്തിൽ മനസ്സ് തുറന്നിട്ടില്ലെങ്കിലും
CPM-ന്റെ ഭാഗത്തു നിന്നും പിണറായിയുടെ ഭാഗത്തു നിന്നും ഇതിനായി ശക്തമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഒരു വശത്ത് SNDP-യെയും NSS-നെയും മറുവശത്ത് കാന്തപുരത്തെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മൂന്നാം ഭരണത്തിലേക്ക് നടന്നു നീങ്ങാനാണ് പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത്.